മറ്റൊന്ന് ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ വ്യക്തത. അതിലിപ്പോൾ ആ കണക്കുകളിലെ പൊരുത്തക്കേടിൽ കരാർ കമ്പനിയുമായി യോഗം വിളിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഴുവൻ കണക്കുകളുമായി എത്താനാണ് നിർദ്ദേശം. ഈ മാസം 17-നാണ് യോഗം. ബോർഡിനായി ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപനവും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഈ കണക്കുകളിലെ അവ്യക്തത, അതിൽ വ്യക്തത വരുത്തണം. അതിനിപ്പോൾ യോഗം ചേരുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് തന്നെ കൃത്യമായി വ്യക്തത വരുത്തേണ്ടിയും ചില മറുപടി ജനങ്ങളോട് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ. തീർച്ചയായും. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. സ്പോൺസർമാർ വഴി മാത്രമായിരിക്കണം ഈ സംഗമം സംഘടിപ്പിക്കേണ്ടത്, ഒരുപാട് പണം ഇതിനായി ചെലവഴിക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ടായിരിക്കെ കോടതി നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് എന്നതാണ് ഹൈക്കോടതിയിൽ തന്നെ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതുവഴി 3,40,00,000 രൂപയുടെ ഒരു നഷ്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. 3,40,00,000 രൂപയാണ് ദേവസ്വം ബോർഡിന്റെ ബജറ്റ് അക്കൗണ്ടിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനായി ചെലവഴിച്ചത്. ഇത് ഏത് തരത്തിൽ തിരിച്ചടയ്ക്കും എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ആശങ്ക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. ഒപ്പം ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചതോടുകൂടിയാണ് അടിയന്തര യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ മാസം 17-ാം തീയതി രാവിലെയാണ് ഈ കരാർ കമ്പനിയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചർച്ച നടത്തുന്നത്. ഈ കരാർ നൽകിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സഹോദര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയോടാണ് ഈ മുഴുവൻ കണക്കുകളുമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഓഡിറ്റ് നടത്തിയ സ്വതന്ത്ര സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപനത്തോടും ആ ദിവസം എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഏത് തരത്തിൽ പരിഹരിക്കാം എന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. കാരണം 3,40,00,000 രൂപ ദേവസ്വം ബോർഡിൽ തിരിച്ചടയ്ക്കാനുണ്ട്. ഏകദേശം 6 കോടിയോളം രൂപ ഇതിനായി ചെലവഴിച്ചു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം ഏതെങ്കിലും തരത്തിൽ വിലപേശലോടുകൂടി ഈ കമ്പനിയിൽ നിന്ന് കുറയ്ക്കാൻ കഴിയുമോ എന്നതാണ് ദേവസ്വം ബോർഡും ആലോചിക്കുന്നത്. ഒപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ പോലും എടുക്കില്ല എന്നുള്ള സർക്കാരിന്റെയും നേരത്തെയുള്ള ഭരണസമിതിയുടെയും പ്രഖ്യാപനമൊക്കെ തന്നെ പാഴ്വാക്കായി എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രേഖാമൂലം നൽകിയ മറുപടി ഈ ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സ്പോൺസർമാർ. ഈ അക്കൗണ്ടിൽ നിന്നെടുത്ത പണം, ഈ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം കിട്ടിയതോടുകൂടി തന്നെ ഇത് തിരിച്ചടച്ചു എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി ഈ നിയമസഭാ നിയമസഭയിൽ നൽകിയത്. പക്ഷേ കോടതിയിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ ഈ മറുപടിയിലടക്കം, നിയമസഭയിൽ നൽകിയ മറുപടിയിലടക്കം വലിയ പൊരുത്തക്കേടുകളുണ്ട്. കണക്കിൽ ഉൾപ്പെടെ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന് പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് കൂടി ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്.